ഹലോ, നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനൊരു പുഡിങ്ങിൻ്റെ മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പാലടപ്പത്ത് വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഷുഗർ എല്ലാം ആഡഡ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വരുമ്പോഴത്തേക്കും ഞാനതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ പാക്കിൽ ജസ്റ്റ് പാലിൽ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിനകത്തോട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതിനകത്തുള്ളൊരു ഷുഗർ സിറപ്പിൻ്റെ ഒരു പാക്കറ്റ് ഈ പാനിലേക്ക്, നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് അതിലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് അതൊന്ന് ആവി കയറ്റിയെടുക്കുന്നത്. ഒരു 10-20 മിനിറ്റ് ആവി കയറ്റിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുഡിങ് സെറ്റായി. ഇനി നമുക്കതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കുറച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. കുറച്ച് നേരം കഴിഞ്ഞ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താ നല്ല അടിപൊളി പുഡിങ് റെഡിയാണ്. അപ്പോൾ നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഞാനത് ഉണ്ടാക്കാനെടുത്ത പാൻ കുറച്ച് വലുതായിപ്പോയി. കുറച്ചും കൂടി ചെറിയ പാനാണെങ്കിൽ കറക്റ്റ് പുഡിങ്ങിൻ്റെ ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.